പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജൂലൈ 7 തിങ്കളാഴ്ച പ്രത്യക്ഷ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതിയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഉച്ചമുതൽ ഉള്ളംകാല വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും പെസ്സുകളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഈശോയെ, മാരകരോഗങ്ങൾ, മറാവ്യാധികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഈശോ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, നിന്നെ ആശ്രയിക്കുന്ന നിരാശന ഇടയാക്കലെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇന്നത്തെ ദിവസം സഞ്ചരിക്കുന്ന വഴികൾ, സംസാരിക്കുന്ന വ്യക്തികൾ, നിങ്ങൾ കടന്നു പോകുന്ന ഓരോ സംരംഭങ്ങൾ, ഓഫീസുകൾ, അതുപോലെ തന്നെ ഇടങ്ങൾ, വീടുകൾ, അവരോട് സംസാരിക്കുന്ന വിഷയങ്ങൾ എല്ലാം
നിങ്ങൾക്ക് അനുകൂലമാകുകയും നിങ്ങൾക്ക് സംസാരിക്കാൻ ആവശ്യമില്ലാത്തത് സംസാരിക്കാതിരിക്കുകയും അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കുകയും ഹൃദയം ഭാരപ്പെടാതിരിക്കുകയും എൻ്റെ ഹൃദയത്തെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ മുദ്ര വെക്കുന്നു. കർത്താവെ, അങ്ങ് ആഗ്രഹിക്കാത്ത വഴികളിലൂടെ സഞ്ചരിക്കാതിരിക്കാൻ അവർക്ക് അങ്ങ് സംരക്ഷണം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കട്ടെ, നിൻ്റെ കുഞ്ഞുങ്ങളെ ആശീർവദിക്കട്ടെ. നീ ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ വിഷയവും, വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, നിങ്ങൾ കണ്ടുപിടിക്കേണ്ട സബ്ജക്റ്റുകൾ, കോഴ്സുകൾ, സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ രാജ്യങ്ങൾ എല്ലാം നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ട് വരാൻ ഇടയാക്കട്ടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, നീ കുഞ്ഞുങ്ങൾ, സാധാരണ മനുഷ്യർ, കന്നുകാലികളെ കൊണ്ടും ആടുമാടുകളെ കൊണ്ടും ജീവിക്കുന്നവരുണ്ട്, കൃഷിയിടങ്ങളെ കൊണ്ട് ജീവിക്കുന്നവരുണ്ട്, മത്സ്യത്തൊഴിലാളികളായ സഹോദരങ്ങളുണ്ട്. എല്ലാവരും അനുഭവിക്കുന്ന അടിസ്ഥാന തൊഴിലവസ്ഥകളുടെ മേലുള്ള മറ്റുള്ളവരുടെ കടന്നുകയറ്റവും അതുമൂലം ഉണ്ടാകുന്ന വിലത്തകർച്ചയും അതുമൂലം ഉണ്ടാകുന്ന കടക്കയറ്റങ്ങളിലുമെല്ലാം രക്ഷിക്കാൻ വേണ്ടി കർത്താവിൻ്റെ ചൈതന്യം നിന്നിലേക്ക് ആവശ്യിക്കുകയും നിന്നെ കർത്താവ് സംരക്ഷിക്കുകയും ചെയ്യട്ടെ. കെട്ടിച്ചു വിട്ട മക്കളെ, ക്ലേശങ്ങളോട് തിരിച്ചു വന്നിരിക്കുന്നവർ, ഗർഭിണിയായ മക്കൾ, ഗർഭശിശുക്ക രോഗങ്ങളുള്ളവർ, കുടുംബത്തിൽ കലഹങ്ങളുള്ളവർ, അസമാധാനമുള്ളവർ, അകന്നു താമസിക്കുന്നവർ, ഒന്നു ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വ്യത്യസ്തമായ കാര്യങ്ങൾക്കും ജോലിക്കും വേണ്ടി അന്യനാടുകളിലേക്ക് പോയിരിക്കുന്നവർ അവർ സമാധാനം തിരിച്ചെത്തുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരവിടെ തന്നെ കർത്താവിൻ്റെ കടങ്ങൾ പരിഹരിക്കപ്പെടുകയും അവർക്കുണ്ടാകുന്ന തൊഴിൽ തകർച്ചകളെയും രേഖാമൂലമായ തകർച്ചകളെയും എല്ലാം കർത്താവ് പരിഹരിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. വിസ നഷ്ടപ്പെട്ടവരെ, വിസ തീർന്നു പോകാൻ പോകുന്നവരെ, പിന്നീട് പുതുക്കി കിട്ടാത്തവരെ അത് പുതുക്കി കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 8 ദിവസങ്ങളുടെ ഈ പ്രാർത്ഥന കഴിഞ്ഞ് വിസ പുതുക്കാത്തവർക്ക് 8 ദിവസങ്ങൾ അത് പുതുക്കി കിട്ടുവാനും 8 ദിവസങ്ങളിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്യാനും കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു കർത്താവാണെന്ന് പറഞ്ഞതിന് പിശാചിന് പോലും പ്രൊവിഷനുണ്ട്. അയാൾക്ക് നടക്കുന്ന കാര്യമാണത്. അതുകൊണ്ടാണ് 2:19 പറയണത്. യാക്കോബ് യേശു കർത്താവാണെന്ന് പിശാച് പറയേണ്ടത്. യാക്കോബ് 2:19 ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു. അത് നല്ലത് തന്നെ. പിശാചുകളും അങ്ങനെ വിശ്വസിക്കുന്നു. അവർ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു. ഭയന്ന് വിറക്കുക മാത്രമേ ഉള്ളൂ, അതിനുവേണ്ടി നിലനിൽക്കത്തില്ല അവൻ. ഉയർപ്പിൻ്റെ ഫലങ്ങളില്ലേ, ദൈവവിശ്വാസത്തിന് ഫലങ്ങളുണ്ടാകും. ഫലങ്ങളെ കൊണ്ടല്ലേ വൃക്ഷത്തെ അറിയണത്. അതാണ് വിഷയം. ഉയർപ്പിൽ വിശ്വസിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഉയർപ്പ് അംഗീകരിക്കണം. അംഗീകരിക്കുമ്പോൾ എന്ത് പറ്റും? അംഗീകാരത്തിൻ്റെ ഫലങ്ങളുണ്ടാകും. കർത്താവ് ഫലങ്ങളുണ്ടാകുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഉയർപ്പ് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഭാഗം മാത്രമാണ്, 30%. ഉയർപ്പിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കുകയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലങ്ങളുണ്ടാകും. അപ്പോൾ ഉയർപ്പിൻ്റെ ഫലങ്ങളാണ് ഉയർപ്പിനെ സാധൂകരിക്കണത്. നീ ഉയർപ്പിൽ കർത്താവിൻ്റെ ഉയർപ്പ് അംഗീകരിക്കുന്നു എന്നുള്ളത് നിൻ്റെ ഫലങ്ങളിൽ നിന്നാണ് വരണത്. അതാണ് ഇവിടുത്തെ പ്രശ്നം മുഴുവനും. ഇപ്പം നമ്മളെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരിയേറെ ആരോപണങ്ങൾ ഒക്കെ വരത്തില്ലേ. അപ്പം ആരോപണങ്ങളൊക്കെ വരണം നല്ലതായി ശരിക്കും പറഞ്ഞാൽ. കാര്യം എന്താണ്? അതൊരു സോഷ്യൽ ഓഡിറ്റിങ്ങാണ്. നമ്മുടെ കയ്യിൽ മിസ്റ്റേക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പൊതുസമൂഹത്തിൻ്റെ ജാഗ്രതയാണ് ഇതുപോലെയുള്ള വിമർശനങ്ങൾ. അപ്പം നമ്മൾ നമ്മുടെ ഭാഗം ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളല്ല, അതിനകത്ത് നുണമുണ്ടോ തെറ്റുണ്ടോ അത് അവരും ദൈവമായിട്ട് ഉത്തരിക്കേണ്ടതാണ്. നമ്മളെ ശുശ്രൂഷയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൽ നമ്മളൊരു ശുശ്രൂഷ ചെയ്യുന്നു, അത് ആഴമായ ബോധ്യത്തോട് ചെയ്യുന്നതുകൊണ്ട് ദൈവം ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. അത് കാണുമ്പോൾ പിശാചിന് എന്തിനൊക്കെ തോന്നും, ആരെങ്കിലൊക്കെ എടുത്ത് ഉപയോഗിക്കുവാൻ. അതൊന്നും അതിൻ്റെ പുറകെ നടക്കേണ്ട കാര്യമില്ല നമുക്ക്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈശോ എന്താ പറഞ്ഞത്? യൂദാസിനോട് പോലും പറഞ്ഞത് എന്താണ്? നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യണം, അതിനകത്ത് ഒരു പ്രശ്നമില്ല. അത് നിന്റെ കഴുത്തെ പിടിക്കാനോ കയ്യെ പിടിക്കാനോ നിനക്കെതിരെ കേസ് കൊടുക്കാനോ അയാൾ ഇവിടെ റെഡി. ഈശോ യൂദാസിനോട് അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ അതിനൊന്നും നിൽക്കത്തില്ലെന്ന് പറയും. എന്താണ്? മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും. എന്തോ ഒരു വചനമാണ് അത് ശരിക്കും പറഞ്ഞാൽ. അപ്പം നിങ്ങളെപ്പോഴൊന്ന് ഓർക്കണം. ഇപ്പം പിതാവിൻ്റെ കൃപാസനത്തെക്കുറിച്ചാണെങ്കിലും ആദ്യകാലം മുതൽ ഇതിനകത്തുള്ളതെല്ലാം പുതിയ പുതിയ ദൈവാനുഭവങ്ങളായത് കാരണം ഇതൊരു മൂവ്മെൻറ്റ് വരുമ്പോഴേ, ഇപ്പം കാരിസ്മാറ്റിക് മൂവ്മെൻറ്റ് തന്നെ വന്ന കാലത്ത് ഭയങ്കര വിമർശനങ്ങളല്ലായിരുന്നു. ഇപ്പോഴും അതിൻ്റെ വിമർശനങ്ങളുണ്ട്.
അപ്പോൾ വിമർശിക്കുന്നവർ എല്ലാ മേഖലകളിലും ഉണ്ടാകും, എല്ലാ വിഷയങ്ങളെക്കുറിച്ച് വിമർശിക്കും. പക്ഷേ എന്താ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ? അവർ പറയണത് ശരിയാണോ? ശരിയാണെങ്കിൽ നമ്മളെ തിരുത്തണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നാ പ്രശ്നം? കാര്യം വളർത്തുന്നത് ആരാണ്? ദൈവം വളർത്തിയെന്നല്ലേ പറയണത്. 1 Corinthians 3:6 ഞാൻ നട്ടു അപ്പോളോസ് നനച്ചു എന്നാൽ ദൈവമാണ് വളർത്തിയത്. അപ്പോൾ ഒരു പ്രസ്ഥാനമായ ശുശ്രൂഷയെ വളരണത് എങ്ങനെയാ? ദൈവമാണ് അതിനെ വളർത്തുന്നത്, ഒരു സംശയമില്ല കാര്യത്തിൽ. ഇപ്പോൾ കൃപാസനത്തെ ദൈവം വളർത്തുന്ന ഒരു വലിയ മിഷൻ ഫീൽഡാണത്. ദൈവത്തിൻ്റെ കൈവെട്ടാനാക്കാൻ പറ്റത്തില്ല. ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകർ എന്ത് ചെയ്യും? നടുകയും ചെയ്യും, നനയ്ക്കുകയും ചെയ്യും. അതേ ഞങ്ങൾക്കൂടെ പറഞ്ഞിട്ടുള്ളത്. ദൈവം തരുന്നത് ഞങ്ങൾ നടും, ഞങ്ങളുടെ കൂടെ ഉള്ളവർ അത് നനക്കും. പക്ഷെ വളർത്തുന്നത് ആരാണ്? ദൈവമാണ്. അപ്പോൾ വളർച്ചയെക്കുറിച്ച് ഞങ്ങൾക്ക് അവരങ്ങനെ വിമർശിക്കുമ്പോൾ അയ്യോ ഇത് വളരാതിരിക്കുമോ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അതല്ലേ വളരെ ഫ്രീ ആയിട്ട് സ്വാതന്ത്ര്യം നിൽക്കുന്നത്. എന്താ കാര്യം? അവരെ നമ്മളെന്താണ് ചെയ്യേണ്ടത്? അവരെ അനുഗ്രഹിക്കുക മാത്രമേ ചെയ്യാവൂ. നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദൈവ വഴി പോണതിന് എപ്പോഴും ശത്രുക്കളവരെ അനുഗ്രഹിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ. പക്ഷേ നമ്മുടെ സത്യങ്ങൾ പറയാൻ നമുക്ക് ബാധ്യതയുണ്ട്, അത് മറച്ചു വെക്കരുത്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നീ വിളക്ക് മുറം കൊണ്ട് മൂടരുതെന്ന്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ വിമർശനങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ അടിയിൽ നിങ്ങളുടെ അനുഭവങ്ങൾ പറയും. കള്ളത്തരമൊന്നും പറയരുത്. കൃപാസനത്തെ സംരക്ഷിക്കാൻ വേണ്ടി അങ്ങനെ പോരാടികളൊന്നും ആകേണ്ട ആവശ്യമില്ല. മറിച്ച് നിങ്ങൾക്ക് കിട്ടിയ ദൈവാനുഭവങ്ങൾ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അതിൻ്റെ കാർഡിൽ കമൻറ്റ് ചെയ്യണം, എൻ്റെ അനുഭവം ഇതാണെന്ന് പറയണം. അങ്ങനെ എത്രയോ പേര് പറയുന്നുള്ളതറിയാവോ? കാര്യം എന്താണ്? തിന്മയെ എപ്പോഴും നന്മ കൊണ്ടാണ് ജയിക്കേണ്ടത്. റോമ 12:21 തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ. പ്രത്യേകിച്ച് ഉടമ്പടി എടുത്തിരിക്കുന്ന ആൾക്കാർ. അതെ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുക. അപ്പം നമ്മൾക്ക് കറക്റ്റായിട്ടുള്ള സ്റ്റാൻഡിങ് നിശ്ചയം തന്നിട്ടുണ്ട്. തിന്മ കൊണ്ടല്ല കീഴടക്കേണ്ടത്. അവർ നമ്മളെ തന്ത വിളിക്കുമ്പോൾ നമ്മൾ തിരിച്ചു തന്ത വിളിക്കുകയല്ല ചെയ്യേണ്ടത്. തിന്മയെ നന്മ കൊണ്ട് കീഴടക്കാം. അപ്പം തിന്മയേക്കാൾ ബലമുള്ള ആയുധമാണ്. ഇപ്പം അവരുടെ കയ്യിൽ ഇരിക്കുന്നത് ഒരു ഫിസ്റ്റോളാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന പീരങ്കിയാണ്. അതാണ് വ്യത്യാസം. തിന്മയെ ഈശോയാണ് പറഞ്ഞത്, തിന്മയെ കീഴടക്കാൻ പറ്റിയ ഏറ്റവും വലിയ ആയുധം നിങ്ങൾക്ക് തരാം. അതെന്താണ്? തിന്മയെ നന്മ കൊണ്ട് കീഴടക്കണം. അത് എന്ത് ചെയ്യണം? നിങ്ങളും തിന്മയിലേക്ക് പോകരുത്. കാര്യം നമ്മുടെ പ്രാർത്ഥന മൊത്തം തിന്മയിൽ നിങ്ങൾ രക്ഷിക്കണമെന്നല്ലേ. പിന്നെ എങ്ങനെ നമ്മൾ തിന്മ ചെയ്യണേ? നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന എന്താണ്? സ്വർഗ്ഗസ്ഥനായ പിതാവിൽ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിങ്ങൾ രക്ഷിക്കണമേ. അപ്പോൾ പിന്നെ എന്താ നമുക്ക് തിന്മ വരാണത്? തിന്മ ചെയ്യേണ്ട കാര്യം എന്ത്? തിന്മയിൽ നിന്ന് രക്ഷിക്കണമെന്നല്ല നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മളതിൻ്റെ അകത്ത് കുടുങ്ങിയാൽ എങ്ങനെയും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്താ ചെയ്യും? ശത്രുക്കളെ ആശീർവദിക്കുക മാത്രമേ ചെയ്യാവൂ. റോമ 12:14 നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. അതാണ് സംഭവം. ശപിക്കുക പോലും ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ കാര്യത്തിന് പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്നവന് ആത്മാവിൻ്റെ ഫലങ്ങളിലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ള എല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെയല്ലേ സഭ ഇവിടം വരെ എത്തിയത്. ഇപ്പം സഭ ഏകാഗ്രമായിരിക്കാനും കൂടുതൽ പ്രാർത്ഥിക്കാനും കൂടുതൽ വിശുദ്ധിയോടെ ജീവിക്കാനും മറ്റ് സഭയ്ക്ക് അനുയോജ്യമല്ലാത്ത തീരുമാനങ്ങളോ ചെയ്തികളോ വരാതിരിക്കാൻ വേണ്ടി ജാഗ്രത ഉണ്ടാക്കുന്ന ആണ് സഭയുടെ ശുശ്രൂഷകരുടെ ലക്ഷ്യം. കാര്യം നമ്മൾക്കൊരു ബാക്കി എന്താണ്? ബാക്കിയെല്ലാം കർത്താവാണ് ക്രമീകരിക്കുന്നത്. ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കണമെന്ന് ഈശോ പറഞ്ഞില്ലേ. എന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ അത് പറഞ്ഞപ്പോൾ ഈശോയുടെ വചനങ്ങൾ വ്യാഖ്യാനിച്ചപ്പോൾ പൗലോസ് അപ്പോസ്തലൻ സഭയിൽ കണ്ടത് നിങ്ങൾ ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കുന്നുണ്ട് ആൾക്കാരെ. പിന്നെ എന്നാലും ചെറിയ അണ്ണന്മാരൊക്കെ ഉള്ളിൽ എന്നാലും നീ എനിക്കിട്ടങ്ങനെ പണിതല്ല, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് നിങ്ങൾ ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കുക മാത്രമേ ചെയ്യാവൂന്ന്. അത് കറക്റ്റ് ചെയ്ത് ചെത്തിച്ചേർപ്പിച്ചിരിക്കുകയാണ് അവിടെ. അതെന്തിനാണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് പൂർണ്ണമായിട്ട് നിങ്ങൾ പ്രവർത്തനക്ഷമമാകാൻ വേണ്ടിയാണ് പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ നിർദ്ദേശം നൽകിയത്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.